ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. നിങ്ങളുടെ അണ്ടത്തിന് ക്വാളിറ്റി കുറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിൽ ഉണ്ടാകുന്ന, നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകുന്ന 7 മാറ്റങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അണ്ടത്തിന്റെ ക്വാളിറ്റി റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള ടെസ്റ്റും അവൈലബിൾ അല്ല. AMH വാല്യൂ ഉപയോഗിച്ചിട്ടാണ് അണ്ടത്തിന് എത്ര റിസർവ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. പല ആളുകൾക്കും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ചേച്ചി ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, എഗ്ഗ് ഇപ്പോൾ മെഡിസിൻസ് ഒക്കെ എടുത്തിട്ട് അണ്ടർ റപ്ചർ ആകുന്നുണ്ട്, പക്ഷേ പ്രഗ്നന്റ് ആകുന്നില്ല, ഹസ്ബൻഡിനെ നോക്കി കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ പ്രഗ്നന്റ് ആകണമെങ്കിൽ കേവലം ഫിസിക്കൽ കോണ്ടാക്ട് മാത്രം ഓവുലേഷൻ ടൈമിൽ പ്രോപ്പർ ആയിട്ട് വന്നാൽ പോരാ. അണ്ടത്തിന്റെ ക്വാളിറ്റി, ബീജത്തിന്റെ ക്വാളിറ്റി, ഫലോപ്പിയൻ ട്യൂബിനെ ക്യാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു എഫിഷ്യൻസി, അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ്, സെമനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്ന വജൈന, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോർമലായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. സ്ത്രീ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫെർട്ടിലൈസേഷൻ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് എഗ്ഗിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. എഗ്ഗിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടൈമിൽ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നാലും ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് ഒരുപാട് ഗ്രോ ആകാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. അതായത് കുഞ്ഞിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടാകാം, അല്ലെങ്കിൽ വളർച്ച പകുതിക്ക് വെച്ചിട്ട് തന്നെ നിന്ന് പോകാം, ഹാർട്ട് ബീറ്റ് കിട്ടാത്തൊരവസ്ഥ വരിക, ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ ഫീറ്റൽ പോളോ യോഗ് സാക്കോ അങ്ങനെയുള്ള ഒന്നും തന്നെ വിസിബിൾ ആകാത്ത ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കുറച്ച് ലക്ഷണങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. PCOD ഉള്ള ആളുകൾക്ക് ഓൾറെഡി ആ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അണ്ടത്തിന്റെ ക്വാളിറ്റി കുറച്ചൊന്ന് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. എല്ലാവർക്കും ഒന്നുമല്ല, പക്ഷെ PCOD ഉണ്ടായിട്ടും ഭയങ്കര ഇറഗുലർ ആയിട്ട് മെൻസ്ട്രേഷൻ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു 40 സൈക്കിൾ പോവുക, അല്ലെങ്കിൽ 50 ദിവസത്തെ മെൻസ്ട്രൽ സൈക്കിൾ പോവുക, അല്ലെങ്കിൽ 2-3 മാസമൊക്കെ പീരിയഡ്സ് ഇല്ലാത്ത സിറ്റുവേഷൻ വന്നിട്ട് പിന്നെ ബ്ലീഡിങ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഓവുലേഷൻ നടന്നാലും അത് ക്വാളിറ്റി ഉള്ള ഒരു അണ്ടമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് ഓവുലേഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. PCODയെ നമ്മൾ ഒരിക്കലും നോർമലൈസ് ചെയ്ത് കളയേണ്ട ഒരു ആരോഗ്യ പ്രശ്നമല്ല. PCOD ഉള്ള ആളുകൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പലർക്കും പ്രഗ്നന്റ് ആകാനായിട്ട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. PCOD എന്ന് പറയുന്നത് ഒരു 10-ൽ ഒരു 7 പേർക്കോ അല്ലെങ്കിൽ ഒരു 6 പേർക്കോ ഒക്കെ ഉണ്ടാകുന്ന ഇന്നത്തെ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. PCODയെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിക്ക് കൺട്രോൾ ചെയ്തിട്ടില്ല എങ്കിൽ അതുമൂലം എഗ്ഗ് വളരുന്നതിനും അത് മെച്ചുവർ ആകുന്നതിനും അത് പൊട്ടുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കേട്ടോ. PCOD ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് സിംറ്റംസ് നമുക്ക് ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് എക്സസ് ആയിട്ട് അവർക്ക് വെയിറ്റ് വെക്കുക, പിന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക, നമുക്ക് ചുണ്ടിൻ്റെ ഭാഗത്താണെങ്കിലും അതുപോലെ നമ്മുടെ കവിളിൻ്റെ ആ ഒരു പോർഷനിലാണെങ്കിലും അതുപോലെ അണ്ടർ ആംസിൻ്റെ പോർഷനിൽ, അങ്ങനെ എല്ലായിടത്തും ഫേഷ്യൽ ഹെയർ നമുക്ക് കൂടുതലായിട്ട് വരിക പലപ്പോഴും ഉണ്ടാവുന്നൊരു ബുദ്ധിമുട്ടാണ്. PCODയുടെ സമയത്ത് വണ്ണം കൂടുക മാത്രമല്ല ലീൻ PCOD എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് വണ്ണം വളരെ കുറവായിട്ടും PCOD ഉണ്ടാകുന്ന സിറ്റുവേഷൻസ്. അപ്പോൾ PCOD ഉള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, എഗ്ഗിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഫോളോ ചെയ്യേണ്ടത്. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ട് വരുന്നത്, നമ്മൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഈസ്ട്രാഡിയോളിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. ലോ ഈസ്ട്രാഡിയോളിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടെങ്കിൽ അത് ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈസ്ട്രാഡിയോൾ എന്ന് പറയുന്നത് ഈസ്ട്രജന്റെ ഒരു പ്രൈമറി ഫോമാണ്. എഗ്ഗ് മെച്ചുവർ ആകുന്നതിനും അതുപോലെ തന്നെ ഇത് ഇമ്മച്ചുവർ ആയിട്ടുള്ള എഗ്ഗ് റിലീസ് ആകുന്നതിനും ഒക്കെ സഹായിക്കുന്നതും, അതുപോലെ നമ്മുടെ യൂട്രസിന്റെ ലൈനിങ് ഗ്രോ ആകുന്നതിന് സഹായിക്കുന്നതും ഇതാണ്. ഈ ഒരു ലെവലിൽ ലോ ആയിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും എഗ്ഗിന്റെ ക്വാളിറ്റി നല്ലോണം കുറഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു കണ്ടീഷൻ ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളും എഗ്ഗിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നത് നല്ലതാണ് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രേഷൻ നമുക്ക് വരിക. PCOD ഉള്ളവർക്ക് മാത്രമല്ല, മറ്റുള്ള ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് സൈക്കിൾ ഇറഗുലർ ആയിട്ട് പോകാറുണ്ട്. ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 ദിവസത്തിനേക്കാളും കുറവും 35 ദിവസത്തിനേക്കാളും കൂടുതലുമായിട്ട് നമുക്ക് മെൻസ്ട്രേഷൻ പോവുക. സാധാരണ ചില ആളുകൾക്ക് പീരിയഡ്സിന്റെ ആ ഒരു ഫസ്റ്റ് ടൈം മുതൽ, അതായത് നമുക്ക് പ്യൂബർട്ടി ആയിട്ടുള്ള ആ സമയം മുതൽക്ക് തന്നെ
ചിലപ്പോൾ 36 37 ഒക്കെ ആയിരിക്കും മെൻസ്ട്രേഷന്റെ സൈക്കിൾ ലെങ്ത് പോകുന്നത്. അങ്ങനെയുള്ളവർക്കൊന്നും പ്രശ്നമില്ല കേട്ടോ. പക്ഷെ സഡൻ ആയിട്ട് നമുക്ക് മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് ചേഞ്ച് ആയി പോകുന്നുണ്ട്, 37 ആകുന്നു, 40 ആകുന്നു, 45 ആകുന്നു, അങ്ങനെയൊക്കെ ആയി പോയി കഴിഞ്ഞെങ്കിൽ അതൊരിക്കലും ശരീരത്തിന് നല്ലതല്ല. നമ്മൾ സാധാരണയായിട്ടൊരു ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് നമുക്ക് പീരീഡ് വരുന്നത് അതിനേക്കാൾ ഒരു 14 ദിവസം മുൻപ് നമുക്ക് ഓവുലേഷൻ ആകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നോർമലി ആ ഒരു രീതിക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഫോളിക്കുലാർ ഫേസിനും ലൂട്ടിയൽ ഫേസിനും കൃത്യമായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടൈം അവിടെ കിട്ടുകയുള്ളൂ. ഈ ഒരു ബാലൻസ് മതി ശരീരത്തിന്. എന്നാൽ ഇതിനേക്കാളും കൂടുതലായിട്ട് ഒരു ഇറഗുലാരിറ്റീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അണ്ടം വളരുന്നതിന് അത് ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ ഒരുപാട് അങ്ങോട്ട് വളർന്നു പോകും, അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഒരുപാട് ചിലപ്പോൾ വളർച്ച കുറഞ്ഞു പോകും, അങ്ങനെയും വളരാനായിട്ട് പാടില്ല. അപ്പോൾ നിങ്ങളുടെ ഇറഗുലർ പീരിയഡ്സ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ ഒരു ഇഷ്യൂ ടാക്കിൾ ചെയ്യാനായിട്ട് നോക്കുക. ജസ്റ്റ് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്ത് മാത്രം ആ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് വിടുകയല്ല ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് എൻ്റെ പീരിയഡ്സ് ഇറഗുലർ ആകുന്നതെന്ന് നോക്കുക. തൈറോയ്ഡ് ഉണ്ടോ, മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അനീമിക് ആണോ, അങ്ങനെ എന്താണ് റീസൺ എന്ന് കണ്ടുപിടിക്കുക. ചില ആളുകൾക്ക് എൻഡോമെട്രിയോസിസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പീരിയഡ്സ് ഇറഗുലർ ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ തിരിച്ച് നമുക്ക് ആ ഒരു റെഗുലർ ആകുന്നത് ചിലപ്പോൾ ബ്ലീഡിങ് ഭയങ്കര ഹെവി ആയിട്ട് വന്നിട്ടോ ഭയങ്കര പെയിനോട് കൂടിയിട്ടോ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുള്ളവരാണെങ്കിലും ശരീരം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർക്കും അവരുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ട് വരുന്നത് റെക്കറൻ്റ് ആയിട്ട് മിസ്കാരേജ് ഉള്ളവർക്കാണ്. റെക്കറൻറ്റ് മിസ്കാരേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ കെമിക്കൽ പ്രഗ്നൻസി ആയിട്ടോ അതല്ലാതെയോ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്തതിന് ശേഷം ആദ്യ മാസങ്ങളിൽ തന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ പ്രഗ്നൻസി നഷ്ടമായി പോകുന്ന സിറ്റുവേഷൻ. ഒരു 3 തവണയൊക്കെ അടുപ്പിച്ചിട്ട് നമുക്ക് റെക്കറൻ്റ് ആയിട്ട് മിസ്കാരേജ് ഉണ്ടാവുകയാണെങ്കിൽ അതൊരിക്കലും ശരീരത്തിന് നല്ലതല്ല. റെക്കറൻറ്റ് മിസ്കാരേജ് നമുക്ക് ഉണ്ടാവുന്നത് ഒന്നെങ്കിൽ ഹസ്ബൻഡിൻ്റെ റീസൺ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റീസൺ കൊണ്ട്, അല്ലെങ്കിൽ എൻഡോമെട്രിയം തിന്നാകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിന് വന്നത് കൊണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു പ്രഗ്നൻസി നഷ്ടമായി പോകുന്നത്. അപ്പോൾ അതിലൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഈ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറവുള്ളതുമായിരിക്കും. അപ്പോൾ റെക്കറൻ്റ് ആയിട്ട് മിസ്കാരേജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, 3-ൽ കൂടുതലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് എന്താണ് അതിൻ്റെ റീസൺ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതെന്ന് ഒരു പരിധി വരെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്ത ഇക്വാളിറ്റി കുറയാനായിട്ടുള്ള ഒരു കാര്യമാണ് FSH ലെവലിൻ്റെ FSH ഹോർമോണിൻ്റെ ലെവൽ നന്നായിട്ട് കുറഞ്ഞു പോവുക. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ FSH ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന, അതിൻ്റെ പ്രവർത്തനത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈ FSH എന്ന് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് FSH എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ആക്കുന്നത്. ഇത് എഗ്ഗ് മെച്യൂർ ആകുന്നതിനും അതിൻ്റെ കൃത്യമായിട്ട് ഗ്രോത്ത് എത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. ഇതിൻ്റെ ലെവൽ നന്നായിട്ട് കുറഞ്ഞു പോവുകയാണെങ്കിൽ അതും എഗ്ഗിൻ്റെ ഫോർമേഷനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് FSH ഒക്കെ ലെവൽ കുറവാണെങ്കിലും നിങ്ങൾ അതിലോട്ട് ഒരു അറ്റൻഷൻ കൊടുക്കുക. FSHൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു റീസൺ ആണ് AMH വാല്യൂ നിങ്ങൾക്ക് കുറവാണോ എന്ന് നോക്കുക. AMHന്റെ റിസർവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏജ് വെച്ചിട്ടാണ്. നമ്മുടെ ഏജ് ലിമിറ്റ് എത്രയാണോ അതിലാണ് നമുക്ക് AMHന്റെ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന്, എത്രത്തോളം മിനിമൽ വേണമെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് കേട്ടോ. ഏജിന് വേണ്ട ഒരു റിസർവ് നമ്മുടെ എഗ്ഗിന് ഇല്ല എങ്കിൽ അത് എവറി മന്ത് ഓവുലേഷൻ ഉണ്ടാകുന്നതിനെ അഫക്റ്റ് ചെയ്യും. AMH വാല്യൂ കുറവായിട്ടുള്ള ഒരു പ്രഗ്നന്റ് ആവില്ല എന്നല്ല കേട്ടോ ഒരിക്കലും നിശ്ചയിക്കുന്നത്. സാധാരണ ഒരുപാട് പേർക്ക് ടെൻഷനാണ്, AMH ലെവൽ കുറഞ്ഞു പോയി, ഇനി എനിക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റില്ല, IVF ചെയ്യേണ്ടി വരും എന്നൊക്കെ ആലോചിച്ചിട്ട് വിഷമിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു വിഷമം നമുക്ക് ഉണ്ടാകേണ്ട കാര്യമേ ഇല്ല. കാരണം ലോ AMHൽ പോയിട്ട് 0.somethingൽ പോയിട്ട് പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഒരു എഗ്ഗ് മതി നമ്മൾ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട്. അതിന്റെ ക്വാളിറ്റിയോടുകൂടി പ്രൊഡ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഡോണർ എഗ്ഗ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ട്രൈ ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് ഓരോ കാര്യങ്ങളുടെ മാറ്റം വരുത്തി ഞങ്ങൾ പ്രഗ്നന്റ് ആയി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്കും പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. അപ്പോൾ AMH വാല്യൂ കുറവായിട്ടുള്ള ആളുകൾ AMHന്റെ റിസർവ് കൂട്ടാനുള്ള കാര്യങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് ആ ഒരു രീതിക്ക് മെഡിക്കേഷൻസ് ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ AMHന്റെ ലെവൽ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ സാധിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ആ ഉള്ള റിസർവ് ക്വാളിറ്റി ഉള്ളതാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് എഗ്ഗിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എഗ്ഗിന്റെ ക്വാളിറ്റി കൂട്ടണമെങ്കിൽ അതിലൂടെ ഒരുപാട് ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ വേണം, വിറ്റമിൻസ് വേണം, മിനറൽസ് വേണം. അതിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യത്തേതാണ് ഗ്രാമ്പു വെള്ളം.
രണ്ടാമത്തേതാണ് ഉണക്കമുന്തിരി വെള്ളം, മൂന്നാമത്തേതാണ് ഉലുവ വെള്ളം, നാലാമത്തേതാണ് കറുവപ്പട്ട വെള്ളം. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ദി ജ്യൂസ് വേൾഡ് ക്ലോസ് വാട്ടർ, ദി ജ്യൂസ് വേൾഡ് ബ്ലാക്ക് റേസിൻ വാട്ടർ, ദി ജ്യൂസ് വേൾഡ് ഫെനുഗ്രീക്ക് വാട്ടർ, ദി ജ്യൂസ് വേൾഡ് സിനമൻ വാട്ടർ, ഇങ്ങനെ 4 പേരുകൾ നിങ്ങൾ യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടും. അതിലേതെങ്കിലും ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം പഴങ്ങൾ നന്നായിട്ട് കഴിക്കുക. നമ്മുടെ വാഴപ്പഴം ആണെങ്കിലും പേരയ്ക്ക, ആപ്പിള്, അങ്ങനെയുള്ള ഫ്രൂട്ട്സ്, അതുപോലെ വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ എല്ലാ ദിവസവും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം ഒരു ഫ്രൂട്ടും ഒരു വെജിറ്റബിളും നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കുക. ഒപ്പം ഫെർട്ടിലിറ്റി എക്സസൈസുകളും കൂടി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇതെല്ലാ കണ്ടീഷൻസ് ഉണ്ടെങ്കിലും ഫാസ്റ്റായിട്ട് കൺസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ശരീരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള റിസർവ് നോർമൽ ലിമിറ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിലും കൺസീവ് ആകുന്നതിനും PCOD ഉള്ളവരാണ് നിങ്ങളെങ്കിൽ അത് ഓവർകം ചെയ്തിട്ട് പ്രഗ്നന്റ് ആകുന്നതിനും വേണ്ടിയിട്ട് അതെല്ലാം ഒരുപാട് സഹായിക്കും കേട്ടോ. അത്തരം കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഫലോപ്പിയൻ ട്യൂബ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതിനും എൻഡോമെട്രിയം ലൈനിങ് നന്നായിട്ട് തിക്കണാകുന്നതിനുമൊക്കെ ശരീരത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. ഒരുപാട് ആളുകൾ ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണോ ഫോളോ ചെയ്തത് അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ടിപ്സ്. ഡോക്ടറുടെ ട്രീറ്റ്മെന്റ്സിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ നാച്ചുറലി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് സാധിക്കും. ആ കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ എനിക്കൊരു ശ്വാസം മുട്ടലുള്ളത് പോലെ നിങ്ങൾക്ക് സൗണ്ടിൽ ഫീൽ ചെയ്യാം, ക്ഷമിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.